അടുത്ത നമ്മൾ നോക്കാൻ പോകണം ജി എ ബ്ലീഡിംഗ് ആണ്. അപ്പം ബ്ലീഡിങ് ഇൻ ജി ഐ ട്രാക്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിനുണ്ടാകുന്ന ബ്ലീഡിങ്ങിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് ജി എ ബ്ലീഡിങ്. അതിനൊക്കെ വരും ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, റെക്ടം, ഏനസ്. ഇതിനകത്തുള്ള ഏതിലുണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ നമ്മൾ ജി ഐ ബ്ലീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ അതിൻ്റെ കോസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോസസ് ഇൻക്ലൂഡ് പെപ്റ്റിക് അൾസർ. പെപ്റ്റിക് അൾസർ എന്ന് വെച്ചാൽ എന്തുവാ? അതൊരു ഓപ്പൺ സോറാണ്. പെപ്റ്റിക് അൾസർ എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ സോറാണ്. അതെവിടെയാണ് കാണുന്നത്? സ്റ്റൊമക്കിലും അപ്പർ സ്മോൾ ഇൻറ്റെസ്റ്റൈനും കാണുന്ന ഒരു ഓപ്പൺ സോറാണ് എന്ത്? പെപ്റ്റിക് അൾസർ. രണ്ടാമത്തത് എന്തുവാ? എറോഡ്സ് ബ്ലഡ് വെസൽസ്. ഈ ഓപ്പൺ സോർ എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ അതിൻ്റെ ബ്ലഡ് വെസൽസിനെ എറോഡ് ചെയ്യും. എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിൻ്റെ കുഞ്ഞു കുഞ്ഞു ഊട്ടകൾ ഉണ്ടാകുന്നു. അതാണ് എന്ത്? പെപ്റ്റിക് അൾസർ. നെക്സ്റ്റ് ആണ് ഗ്യാസ്ട്രൈറ്റിസ്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് വെച്ചാൽ എന്തുവാ? ഇറ്റ്സ് എ ഇൻഫ്ലമേഷൻ ഓഫ് ലൈനിങ്, സ്റ്റൊമക് ലൈനിങ്ങിൻ്റെ ഇൻഫ്ലമേഷനാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഈസോഫാജിനൽ വേരീസ്. ഈസോഫാജിനൽ വേരീസ് എന്ന് വെച്ചാൽ എന്തുവാ? എൻലാർജ്മെൻറ്റ് ഓഫ് ദ വെയിൻ. നമ്മുടെ വെയിൻസിൻ്റെ ഉണ്ടാകുന്ന എൻലാർജ്മെൻറ്റ്. എവിടുത്തെ വെയിൻസ്? കൂടുതലും ഡൈജസ്റ്റീവ് ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വെയിൻസ് ഉണ്ടാകുന്ന എൻലാർജ്മെൻറ്റ് പറയുന്ന വെയിനാണ് ഈസോഫാജിനൽ വേരിയൻസ്. നെക്സ്റ്റ് ആണ് മലേസ് വീസ്റ്റിയസ്. എന്നാൽ ടിയറിങ് ഇൻ ദ ഈസോഫാഗസ്. ഈസോഫാഗസിനുണ്ടാകുന്ന ടിയറിങ് അതിന് പറയുന്നതാണ് എന്ത്? മലേസ് വീസ്റ്റിയസ് എന്ന് പറയുന്നത്. മലറി വീസ്റ്റിയസ്. നെക്സ്റ്റ് ആണ് കോളോറെക്ടൽ ക്യാൻസർ. കോളോറെക്ടൽ ക്യാൻസർ എന്തുവാ? ക്യാൻസർ ഇൻ ദ കോളൻ ഓർ റെക്ടം. കോളനിയല്ല, ഇറ്റ്സ് കോളൻ ഓർ റെക്ടം. നെക്സ്റ്റ് ആണ് ഡൈവർട്ടിക്കുലോസിസ്. ഡൈവർട്ടിക്കുലോസിസ് എന്തുവാ? സ്മോൾ പൗച്ചസ്. നമ്മുടെ സ്മോൾ പൗച്ചസിന് പറയുന്നതാണ് ഡൈവർട്ടിക്കുല. അതെവിടെയാണ് കാണുന്ന? ലാർജ് ഇൻറ്റെസ്റ്റൈൻ. അപ്പോൾ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ സ്മോൾ പൗച്ചസ് എന്ന് പറയുന്ന ഡൈവർട്ടിക്കുല ഉണ്ടാകുന്നതിന് പറയുന്നതാണ് ഡൈവർട്ടിക്കുലോസിസ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷന് അതും എന്തിന് കാരണമാവും? ജി ഐ ബ്ലീഡിങ്ങിന് കാരണമാവും. നെക്സ്റ്റ് ആണ് ആൻജിയോ ഡിസ്പ്ലേജിയ എന്ന് വെച്ചാൽ അബ്നോർമൽ ബ്ലഡ് വെസൽസ്. അതിന് പറയുന്ന പേരാണ് എന്ത്? ആൻജിയോ ഡിസ്പ്ലേജിയ. ഇതെവിടെയാണ് കാണുന്നത്? ജി ഐ ട്രാക്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇത് ഇത്രയുമാണ് എന്ത്? കോസസ്. നമുക്ക് ഇതിൻ്റെ അടുത്ത് എന്ത് വരുന്നത്? സൈൻസ് ആൻഡ് സിംറ്റം. സൈൻസ് ആൻഡ് സിംറ്റം എന്തും? ഹെമറ്റോമിസിസ്. ഹെമറ്റോമിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിന് വോമിറ്റിങ്ങിനകത്ത് ബ്ലഡ് കാണുന്നതിനാണ് ഹെമറ്റോമിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഹെമറ്റോസീസിയ എന്ന് വെച്ചാൽ ബ്രൈറ്റ് ബ്ലഡ് കളർ സ്റ്റൂൾ. നമ്മുടെ സ്റ്റൂളിൻ്റെ കളർ റെഡ് കളറായിരിക്കും. പിന്നെ കാണുന്നതാണ് ഫാറ്റിഗും വീക്ക്നെസ്സും. ഇത് മൂന്നാണ് കോമൺ സൈൻസ് ആൻഡ് സിംറ്റം. നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. എൻഡോസ്കോപ്പിയാണ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ്റെ വരുന്നത്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? മെഡിക്കൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് പ്രോട്ടോൺ പമ്പിങ് ഇൻഹിബിറ്റേഴ്സ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് വെച്ചാൽ റിഡ്യൂസ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ്. ഗ്യാസ്ട്രിക്കിൻ്റെ സെക്രീഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുന്നത്. അതെന്ത് ചെയ്യും? അതുപോലെ ഇൻക്രീസ് ഹീലിംഗ്. ആ ഒരു പൊട്ടൽ അതുപോലെ എന്തെങ്കിലും ഹോൾസ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹീലിങ്ങിന് വേണ്ടി സഹായിക്കും. എന്ത്? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് എന്ത് ചെയ്യുന്നത്? റെനിറ്റഡിൻ അല്ലെങ്കിൽ ഫ്രമോറ്റഡിൻ. ഇതെന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ഗ്യാസ്ട്രിക് ആസിഡ് പ്രൊഡക്ഷൻ. ഇതും സെയിം തന്നെ, ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറക്കും. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് സൊമാറ്റോസ്റ്റാറ്റിൻ അനലോഗ്സ്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ട്രിനോട്ടൈഡ്, ലോങ്ട്രിനോട്ടൈഡ്. ഇത് രണ്ടും എന്ത് പറ്റും? ബ്ലഡിൻ്റെ ബ്ലീഡിങ് കുറക്കും. ഒക്ട്രിനോട്ടൈഡും ലോങ്ട്രിനോട്ടൈഡും. ഇത് മൂന്നാണ് മെഡിക്കൽ മാനേജ്മെൻറ്റ്. സർജിക്കൽ മാനേജ്മെൻറ്റ് എന്തൊക്കെയുള്ള? എൻഡോസ്കോപ്പിക് ക്ലിപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസ്കോപ്പിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ എപ്പിത്തീലിയൽ ലൈനിങ്ങിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ടിയർ മാറ്റാൻ വേണ്ടിയാണ് എൻഡോസ്കോപ്പിക് ക്ലിപ്പിംഗ് ചെയ്യുന്നത്. നമ്മൾ സ്കിൻ ടിയർ മാറ്റാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എമർജൻസി സർജറി. നമ്മൾ ചെയ്യുന്നത് പൈലോപ്ലാസ്റ്റി അല്ലെങ്കിൽ പാർഷ്യൽ ഗ്യാസ്ട്രോട്ടമിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ജി ഐ ബ്ലീഡിങ്ങിന് വേണ്ടി. സോ ഇത്രയാണ് ജി ഐ ബ്ലീഡിങ്.